അരനൂറ്റാണ്ട് കാലത്തോളമായി മമ്മൂട്ടി മലയാള സിനിമയിൽ തുടരുന്നു. ഈ കാലത്തിനിടയിൽ 300-ലധികം സിനിമകളിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുമുണ്ട്. ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ അതിൽ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നവയാണ്. ഒരിക്കലും പ്രേക്ഷകന് വിസ്മരിക്കാനാവാത്ത ഐക്കോണിക് കഥാപാത്രങ്ങളാണ് അവ. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഒരുപക്ഷെ മമ്മൂട്ടിയെ പോലും മറന്നുപോയാലും അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രങ്ങൾ സിനിമാ പ്രേക്ഷകന്റെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും മികച്ചതെന്ന് സിനിമാ കമ്പത്തിന് തോന്നിയ 5 കഥാപാത്രങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻറ്റിനും തീർച്ചയായും മറുപടി നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും. ജി കൃഷ്ണമൂർത്തി ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ജി കൃഷ്ണമൂർത്തി മലയാള സിനിമയിൽ ആന്റി ഹീറോ ട്രെൻഡ് ശക്തമാക്കിയ ഒരു ചരിത്രപ്രധാന കഥാപാത്ര അവതരണമാണ് മമ്മൂട്ടി ജി കൃഷ്ണമൂർത്തി എന്ന പ്രതികാരദാഹിയായ പത്രപ്രവർത്തകനിലൂടെ ന്യൂഡൽഹി എന്ന സിനിമയിൽ നടത്തിയത്. ആദർശവാനായ ഈ പത്രപ്രവർത്തകൻ രാഷ്ട്രീയ ശക്തികളുടെ ഗൂഢാലോചനയിൽ ജയിലിലായതാണ്. എന്നാൽ ജയിലിൽ നിന്നും പുറത്തു വരുന്ന ജി കൃഷ്ണമൂർത്തി പഴയ കൃഷ്ണമൂർത്തിയിൽ നിന്നും ഏറെ വ്യത്യസ്തനായിരുന്നു. തന്നെ ചതിച്ചവരുള്ള പകരം വീട്ടാനുള്ള പ്രതികാരമൂർത്തിയായാണ് അദ്ദേഹം പുറത്തു വരുന്നത്. ശാരീരിക ശക്തിയേക്കാൾ ബുദ്ധി ആയുധമാക്കിയ രാഷ്ട്രീയത്തെയും മാധ്യമങ്ങളെയും കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ കഥാപാത്രത്തെ മമ്മൂട്ടി വളരെ സ്റ്റൈലിഷായാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അമിത ഡയലോഗുകളോ വികാര പ്രകടനങ്ങളോ ഇല്ലാത്ത നിയന്ത്രിതാഭിനയവും കൂർമ്മ നോട്ടവും വളരെ കൂളായ ചലനങ്ങളും ഭയപ്പെടുത്തുന്ന ശാന്തതയും എല്ലാം ചേർന്ന ഒരു ഇന്റലക്ച്വൽ ഹീറോ ഐക്കൺ ഇമേജ് മമ്മൂട്ടിക്ക് നേടിക്കൊടുത്ത ഒരു കഥാപാത്രമാണിത്. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലാകട്ടെ ഇതൊരു ടേണിംഗ് പോയിന്റായി മാറുകയും ചെയ്തു. അതിനു മുമ്പിറങ്ങിയ അദ്ദേഹത്തിന്റെ കുറെ സിനിമകൾ പരാജയപ്പെട്ട് ഈ മേഖലയിൽ നിന്ന് തന്നെ പുറത്തു പോകുമോ എന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് ഈ കഥാപാത്രം അദ്ദേഹത്തെ തേടിയെത്തിയത്. ഇത് അദ്ദേഹത്തിന്റെ തന്നെ എക്കാലത്തെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. ആദർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ് പോലെയാണ് മലയാളിക്ക് മമ്മൂട്ടിയുടെ CBI ഓഫീസറായ സേതുരാമയ്യർ. ഇത് മമ്മൂട്ടിയുടെ മറ്റൊരു ത്രില്ലിംഗ് ആയ ഇന്റലക്ച്വൽ കഥാപാത്രമാണ്. ഇതുവരെയായി ഈ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് 5 സിനിമകളാണ് ഇറങ്ങിയിട്ടുള്ളത്. ശരീരബലത്തിന്റെയോ അമിത ഹീറോയിസത്തിന്റെയോ പിൻബലമില്ലാതെ ഒബ്സർവേഷനും ലോജിക്കും കൊണ്ട് ശക്തിപ്പെടുത്തിയ ഒരു മമ്മൂട്ടി കഥാപാത്രമാണിത്. ഉച്ചത്തിൽ സംസാരിക്കാത്ത, അമിത വികാര പ്രകടനങ്ങളില്ലാത്ത, വ്യക്തിപരമായ ജീവിതമോ പ്രതികാരമോ ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായാണ് മമ്മൂട്ടി ഈ സീരീസിലെല്ലാം അഭിനയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 40 വർഷങ്ങൾക്കിടെ 5 ഭാഗങ്ങളിലായി ഇറങ്ങിയ ഈ സിനിമകളിലെല്ലാം തന്നെ മമ്മൂട്ടി ഒരേ ശരീരഭാഷയും നടപ്പും ശബ്ദവും സ്റ്റൈലുകളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ കണ്ടിന്യൂറ്റി ഒരു അത്ഭുതം തന്നെയാണ്. പ്രായം കൂടുന്തോറും കൂടുതൽ ഷാർപ്പാവുന്ന പക്വതയാർജിക്കുന്നതാണ് ഈ കഥാപാത്രത്തിന്റെ മാനറിസങ്ങൾ. ഒരുപാട് പോലീസ് വേഷങ്ങളിൽ മമ്മൂട്ടി വന്നിട്ടുണ്ടെങ്കിലും സേതുരാമയ്യർ അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. നിയന്ത്രിതാഭിനയവും ചലനങ്ങളും ഡയലോഗ് ഡെലിവറിയും മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടിന്യൂറ്റിയും കൊണ്ട് ഈ കഥാപാത്രം മമ്മൂട്ടിയുടെ ഒരു യുണീക്ക് കഥാപാത്രമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നു. ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധേയനിലെ കഥാപാത്രമാണ് ഭാസ്കര പട്ടേലർ. ഈ കഥാപാത്രം മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് വരെ നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും ഭീതിജനകമായ കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഭാസ്കര പട്ടേലരാണെന്ന് നാം പറയേണ്ടി വരും. ഇങ്ങനെയൊരു ഭീതിജനകമായ ക്രൂരനായ ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ച് വിജയിപ്പിച്ചത് മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം. ഒരുപക്ഷെ ലോക സിനിമയിൽ റോബർട്ട് ഡി നീറോ പോലെയുള്ള അപൂർവ നായകന്മാർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. കേപ്പ് ഫിയർ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം ഏതാണ്ട് ഇതിന് സമാനമാണ്. ഈ സിനിമയിലെ ഭാസ്കര പട്ടേലർ എന്നത് ഒരു പരമ്പരാഗത വില്ലനല്ല, മറിച്ച് അധികാരത്തിന്റെ, അഹങ്കാരത്തിന്റെ, ക്രൂരതയുടെ പ്രതീകമാണ്. കൊലപാതകവും പീഡനവും ക്രൂരതയുമെല്ലാം
സ്വാഭാവികമായി ഒരു മനസാക്ഷി കുത്തില്ലാതെ ചെയ്യുന്ന കഥാപാത്രം. താൻ ഒരു ദൈവം പോലെയാണെന്നും മറ്റുള്ളവരെല്ലാം തന്നെ തന്റെ സ്വത്താണെന്നുമുള്ള ഫ്യൂഡൽ അഹങ്കാരം തന്റെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ഈ കഥാപാത്രത്തെ എത്ര കൃത്യമായാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയ ഡയലോഗുകളില്ലാത്ത നോട്ടത്തിലും ശരീരഭാഷയിലും ശബ്ദകാഠിന്യത്തിലും ഭീതി ഉണർത്തുന്ന കഥാപാത്രമാണിത്. ഇങ്ങനെയൊരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ച് മലയാളത്തിലെ ക്ലാസിക്കുകളൊന്നായി മാറ്റിയത്. മമ്മൂട്ടിയുടെ വിസ്ഫോടനാത്മകമായ നിയന്ത്രിതാഭിനയ വിസ്മയം കാഴ്ചവെച്ച സിനിമയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ. വടക്കൻ വീരഗാഥയിലെ ചന്തു, ഹരിഹരൻ സംവിധാനം ചെയ്ത MT തിരക്കഥ എഴുതിയ വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടിയുടെ ചന്തു ഒരു കഥാപാത്രത്തെ ചരിത്രത്തിൽ നിന്ന്, മിത്തിൽ നിന്ന് വീണ്ടെടുത്ത് മനുഷ്യനാക്കി മാറ്റിയ ഒരു പെർഫോമൻസ് ആയിരുന്നു മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥയിലെ ചന്തുവായുള്ള പെർഫോമൻസ്. അതുവരെ വടക്കൻ പാട്ടിലെ വീരനായകന്മാരെ മലയാളി കണ്ടത് പ്രേംനസീറിലൂടെയായിരുന്നു. പ്രേംനസീറിന്റെ വീരനായ അതേസമയം പ്രണയപരവശനായ വടക്കൻ പാട്ടിലെ നായകന്മാർ മമ്മൂട്ടിയുടെ ആത്മഗൗരവവും വേദനയും നിറഞ്ഞ പൂർണ്ണ നായകനോ വില്ലനോ അല്ലാത്ത സാഹചര്യങ്ങളുടെ ഇരയായി മാറിയ മനുഷ്യനായി ചന്തുവിലൂടെ മാറി. ധാരാളം ഇന്നർ കോൺഫ്ലിക്റ്റുകളുള്ള കഥാപാത്രമായിരുന്നു ഈ സിനിമയിലെ ചന്തു. ചന്തുവിന്റെ ഉള്ളിലെ അപമാനബോധവും അപമാനിക്കപ്പെടുന്നതിന്റെ, ഒറ്റപ്പെടുത്തുന്നതിന്റെ രോഷവും വേദനയും മമ്മൂട്ടി തന്റെ കണ്ണുകളിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഉള്ളിലെത്തിച്ചു. ഒരേ സമയം യുദ്ധവീരന്റെ ധീരതയും അതേസമയം പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ വേദനയും ഒരേ ഫ്രെയിമിൽ കൊണ്ടുവരാൻ മമ്മൂട്ടിയുടെ അനിതര സാധാരണമായ അഭിനയത്തിന് കഴിഞ്ഞു. കവിത പോലെയുള്ള ഇതിലെ സംഭാഷണങ്ങൾക്ക് ഒരേ സമയം ആക്രോശവും ദുഃഖവും അഹങ്കാരവും സഹതാപവും എല്ലാം നൽകുന്ന അസാധ്യമായ ടൈമിങ്ങും ഡയലോഗ് ഡെലിവറിയിലെ അനായാസതയും മമ്മൂട്ടി സാധ്യമാക്കിയപ്പോൾ അത് ആ കഥാപാത്രത്തെ മലയാള സിനിമയിലെ തന്നെ അനശ്വര കഥാപാത്രങ്ങളിൽ ഒന്നാക്കി മാറ്റുകയും ചെയ്തു. പറയുമ്പോൾ അദ്ദേഹം വലിയ നടനാണ് പറയുമ്പോഴും അഭിനയത്തിന്റെ കാര്യത്തിൽ ചില പരിമിതികൾ ഉണ്ടെന്നും പറയാറുണ്ട്. അദ്ദേഹം ഗാനരംഗങ്ങളിലും നൃത്തരംഗങ്ങളിലും ശോഭിക്കാറില്ല എന്നാണ് അതിൽ പ്രധാനമായി പറയാറുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് കോമഡി വഴങ്ങില്ല എന്നും പൊതുവെ പറയാറുണ്ട്. എന്നാൽ അതിനെയെല്ലാം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള സിനിമയായിരുന്നു TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ. അതിലെ സരസനും ഊർജ്ജസ്വലുമായ കോട്ടയം കുഞ്ഞച്ചനെ മമ്മൂട്ടി അവതരിപ്പിച്ചപ്പോൾ അത് ഒരു ഐക്കോണിക് കഥാപാത്രമായി തന്നെ പിന്നീട് മാറി. മലയാള സിനിമയിൽ മമ്മൂട്ടി തന്നെ അത്തരം കഥാപാത്രങ്ങളെ മറ്റ് പല സിനിമകളിലും പിന്നീട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഷെയ്ഡിൽ വരുന്ന കഥാപാത്രങ്ങളെ സംഘത്തിലും മറവത്തൂർ കനവിലും തുറുപ്പ് ഗുലാനിലും മായാവി നസ്രാണിയിലുമൊക്കെ മമ്മൂട്ടി പിന്നീട് അവതരിപ്പിച്ച് കയ്യടി വാങ്ങിയിട്ടുണ്ട്. മലയാള സിനിമയിൽ നായകന്മാർ പ്രാദേശിക ഭാഷാ സ്ലാഗ് ഉപയോഗിക്കുന്നതിന് തുടക്കം ഒരുപക്ഷെ ഈ സിനിമയോടെയാണെന്ന് തോന്നുന്നു. കോട്ടയം സ്ലാഗുള്ള അച്ചായനായി മമ്മൂട്ടി ഇതിൽ വന്ന് പ്രേക്ഷകരെയാകെ കയ്യിലെടുക്കുകയായിരുന്നു. പിന്നീട് മമ്മൂട്ടിയുടെ തന്നെ പല കഥാപാത്രങ്ങളും കേരളത്തിലെ വിവിധ പ്രാദേശിക ഭാഷ സ്ലാങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷക പ്രശംസ നേടുകയുമുണ്ടായി. മമ്മൂട്ടിയുടെ ഐക്കോണിക് കഥാപാത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇനിയും കഥാപാത്രങ്ങളെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ഒരു നടനെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നതും. എന്തുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇത്രയും കാലമായിട്ടും പ്രേക്ഷകർക്ക് മടുക്കാത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാം. കാരണം ഈ കഥാപാത്രങ്ങൾ നൽകുന്ന ആസ്വാദനം കാലാതീതമാണ്. അതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാലും ഈ കഥാപാത്രങ്ങളെ പോലെ തന്നെ ഇത് അവതരിപ്പിച്ച അഭിനേതാക്കളെയും പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല.